എൻ്റെ തലമുറയിൽപ്പെട്ട മലയാളത്തിലെ സംവിധായകരുടെയൊക്കെ വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു എം ഡി സാറിൻ്റെ തിരക്കഥയിലൊരു സിനിമ ചെയ്യുക എന്നുള്ളത്. അപ്രതീക്ഷിതമായിട്ട് ആ ഭാഗ്യം യാഥാർത്ഥ്യമായിട്ട് എൻ്റെ മുന്നിലേക്ക് എത്തി. മലയാളത്തിലെ അല്ലെങ്കിൽ വിശ്വസാഹിത്യകാരനെന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന എം ഡി സാർ അദ്ദേഹത്തിൻ്റെ തൂലിക എൻ്റെ ഒരു ചിത്രത്തിനായി ചലിപ്പിക്കുന്നു എന്നുള്ളൊരു അപൂർവമായ ഭാഗ്യമാണ് എൻ്റെ മുന്നിലേക്ക് എത്തിയത്. ആ തിരക്കഥ എഴുതി പൂർത്തിയാക്കി ഒരു മേശയ്ക്ക് ഇരുപുറവും ഇരുന്ന് അദ്ദേഹം തന്നെ എനിക്കത് വായിച്ചു തന്ന് എൻ്റെ അഭിപ്രായങ്ങളെ സംശയങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ച് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ എനിക്കുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, ഭയത്തോടെ തന്നെയാണ് ഞാൻ ആ തിരക്കഥയെ സമീപിച്ചത്. എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും മികച്ച സിനിമയായി സതയത്തെ ഞാൻ വിലയിരുത്തുന്നു. സതയം മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളുടെ പട്ടികയിൽപ്പെടും എന്നും എനിക്ക് ഉറപ്പുണ്ട്. ആ സിനിമയുടെ ആദ്യ പ്രദർശനം, അതിൻ്റെ എഡിറ്റഡ് വേർഷൻ കണ്ട ശേഷം തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എൻ്റെ തോളിൽ പിടിച്ച് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഇടത്തെ ചുണ്ടിൻ്റെ കോണിൽ വിരിയുന്ന ആ ചിരി തന്നെയാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമായിട്ടും ഞാൻ കരുതുന്നത്. ആ സ്നേഹവാത്സല്യങ്ങളെ ആവോളം അടുത്തു നിന്നും അകലെ നിന്നും ആസ്വദിക്കാനുള്ള മഹാഭാഗ്യവും എനിക്കുണ്ടായി. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊന്നാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥയ്ക്ക് ദൃശ്യഭാഷ്യം നൽകാൻ സാധിച്ചു എന്നുള്ളത്. ഓർമ്മയിലെന്നും